ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ സ്റ്റൈലിംഗ് ക്ലാസ്സിനെ കുറിച്ചാണ്. ഈ ചെയ്യുന്ന ഹെയർ സ്റ്റൈല് സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ അത്ര സിമ്പിളല്ല. വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ഹെയർ സ്റ്റൈലാണ്. ഈ ഹെയർ സ്റ്റൈലിൽ ഫ്രണ്ട് പോർഷൻ പഫ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പഫ് ക്രിയേറ്റ് ചെയ്യേണ്ട ഭാഗം നന്നായി കോംബ് ചെയ്ത് നീറ്റാക്കി എടുക്കുക. എന്നതിന് ശേഷം അത് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. ഫ്രണ്ട് പോർഷൻ ക്ലിപ്പ് ചെയ്തതിന് ശേഷം ക്രൗൺ ഏരിയയിൽ നിന്ന് നെയ്പ് ഏരിയ വരെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുക ഇതുപോലെ. എന്നതിന് ശേഷം ആ സെക്ഷൻ നന്നായി കോംബ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഓപ്പോസിറ്റ് സൈഡും ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. നന്നായി കോംബ് ചെയ്ത് വേണം എടുക്കുവാൻ. ഇതുപോലെ വേണം സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത് എടുക്കുവാൻ. ഫ്രണ്ട് പോർഷൻ രണ്ട് സൈഡിലുമായി ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ബാക്ക് സൈഡ് ഇങ്ങനെ ലൂസാക്കി വിടുക. ബാക്കിൽ ലൂസായി കിടക്കുന്ന ഈ ഹെയറിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ആ സെക്ഷൻ നന്നായി കോംബ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് ഈ വരുന്ന സെക്ഷൻ നന്നായി താഴെ മുകളിലും ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെറുതായി ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, ഇതിവിടെ ലോക്കായി ഇരിക്കുവാൻ വേണ്ടിയാണ്. സ്ലൈഡൊന്ന് നമ്മൾ ക്ലിപ്പ് ചെയ്യുമ്പോൾ ലോക്കായിരിക്കണമല്ലോ, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചുമ്മാ ഇങ്ങനെ റഫായി ചെയ്താൽ മതി. ഇതുപോലെ റഫായി ചെയ്താൽ മതി. അത്ര നീറ്റായിട്ടോ ഒന്നും വേണമെന്നില്ല. അത് കഴിഞ്ഞ് ഈ ഹെയറിന് മുകളിൽ ഇതുപോലൊരു നെറ്റ് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. നെറ്റ് ക്ലിപ്പ് ചെയ്യുമ്പോൾ ഇത്ര വീതിയിൽ വേണ്ട, ഇതിന് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കുക. രണ്ട് ഭാഗവും നന്നായി ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് താഴോട്ട് വരുന്ന ഭാഗത്ത് സ്ലൈഡ് കുത്തി കൊടുക്കുക. നെറ്റ് നന്നായി ടൈറ്റായി ഇരിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കോംബ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഹെയർ സെക്ഷൻ എടുക്കുക. അടിഭാഗത്തുനിന്ന് കുറച്ച് ഹെയർ എടുക്കുക. ചെറുതായി ഒന്ന് ബാക്ക് കോംബ് ചെയ്യുക. ഒരുപാട് വേണ്ട, ചെറുതായി മതി. താഴേക്കിടുക. അങ്ങനെ ഓരോ ഹെയറും അതുപോലെ തന്നെ ചെയ്യുക. നന്നായി താഴേക്ക് നീറ്റായി കോംബ് ചെയ്യുക. ബാക്ക് സെക്ഷൻ നന്നായി കോംബ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് സെക്ഷൻ എടുക്കുക. ഇനി പഫ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ട് സെക്ഷൻ പഫ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെറുതായി ബാക്ക് കോംബിങ് ചെയ്ത് കൊടുക്കണം. ഓരോ സെക്ഷനും ചെറുതായി എടുത്തിട്ട് വേണം ബാക്ക് കോംബിങ് ചെയ്ത് കൊടുക്കുവാൻ. വളരെ നീറ്റായി കോംബ് ചെയ്തെടുക്കണം. ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിൽ ബാക്ക് കോംബിങ് ചെയ്താൽ മതി. ഇതുപോലൊന്ന് വിടർത്തി കൊടുക്കുക. എന്നതിന് ശേഷം ചെറുതായി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ വരുന്ന പോർഷൻ ബാക്ക് കോംബിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നന്നായി ചീകി കൊടുക്കുക. ഫ്രണ്ട് പോർഷൻ നന്നായി കോംബ് ചെയ്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പതുങ്ങിയിരിക്കുന്ന ഈ ഭാഗത്തെ ടെയിൽ കോംബ് വെച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഈ സ്റ്റൈല് കറക്റ്റായിട്ട് നീറ്റായി ചീകിയിരിക്കുന്നത് പോലെയുള്ളൊരു സ്റ്റൈലല്ല.
ഇതുപോലൊരു യൂപ്പിൻ കുത്തി കൊടുക്കുക. ചെറിയ രീതിയിൽ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വലിച്ചെടുക്കരുത്, ചെറുതായി എടുക്കുക. മുകൾ ഭാഗത്ത് വരുന്ന ഹെയർ ഇതുപോലെ ചെറിയ രീതിയിൽ വലിച്ചു കൊടുക്കുക. ഏറ്റവും മുകളിൽ കാണുന്ന ഹെയർ വേണം വലിച്ചെടുക്കുവാൻ. മൈൽഡായിട്ടുള്ള സ്പ്രേ അടിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ആ ലൈൻ നല്ല രീതിയിൽ വലിച്ചു കൊടുക്കുക. അത് നന്നായി കറക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് യൂപ്പിൻ റിമൂവ് ചെയ്തതിന് ശേഷം ബോബി പിൻ വെച്ച് ഹെയർ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായി ടൈറ്റ് ചെയ്ത് വേണം ക്ലിപ്പ് ചെയ്യാൻ. ഇതുപോലെ വേണം ക്ലിപ്പ് ചെയ്യുവാൻ. അത് കഴിഞ്ഞ് ഇരു സൈഡിലുമായി ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹെയർ അഴിക്കുക. അഴിച്ചതിന് ശേഷം നന്നായി കോംബ് ചെയ്തെടുക്കുക. ഇതുപോലെ ഡയഗണലായി സെക്ഷൻ എടുക്കുക. നന്നായി കോംബ് ചെയ്തതിന് ശേഷം മറു സൈഡിലേക്ക് കൊണ്ടുവരിക. ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് നീറ്റായി കോംബ് ചെയ്യുക. ഫ്രണ്ട് പോർഷൻ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തോട്ട് ചേർത്ത് വേണം യൂപ്പിൻ വെച്ച് കൊടുക്കുവാൻ. ആ ഭാഗത്ത് ചെറിയ രീതിയിൽ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിലുള്ള ഹെയർ വേണം ഇങ്ങനെ വലിക്കുവാൻ. നമുക്ക് കുറേ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റായി വരികയുള്ളൂ. പെട്ടെന്നൊന്നും വരില്ല. ഓരോ ലൈൻ കൊടുക്കുന്നതിനും നിശ്ചിത ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഏകദേശം ഇതിലൊരു 4 ലൈനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നീറ്റായി ഹെയർ കോംബ് ചെയ്താൽ മാത്രമേ ഇതുപോലെ ചെയ്യാൻ പറ്റുകയുള്ളൂ. മാക്സിമം നല്ലതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ലൈൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം യൂപ്പിൻ റിമൂവ് ചെയ്യുക. അവിടെ ബോബി പിൻ വെച്ച് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഈ സൈഡും റിമൂവ് ചെയ്യുക. നന്നായി കോംബ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഡയഗണലായി ഒരു സെക്ഷൻ എടുക്കുക. എടുക്കുന്ന സെക്ഷൻ എപ്പോഴും നീറ്റായി കോംബ് ചെയ്യാൻ ശ്രമിക്കണം. ഇതുപോലെ നീറ്റായി ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ വേണം 2 സൈഡും ക്ലിപ്പ് ചെയ്യുവാൻ. വീണ്ടും ഫസ്റ്റ് എടുത്തതുപോലെ തന്നെ ഡയഗണലായിട്ട് സെക്ഷൻ എടുക്കുക. നന്നായി കോംബ് ചെയ്യുക. കോംബ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹെയറിൽ ഒരുപാട് ടച്ച് ചെയ്യരുത്. അപ്പോൾ ഹെയർ വലിഞ്ഞു പോകും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റൈൽ മാറിപ്പോകും. ഓരോ സെക്ഷൻ എടുക്കുമ്പോഴും മാക്സിമം 3 അല്ലെങ്കിൽ 4 ലൈനെങ്കിലും ഓരോ സെക്ഷനിലും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഭംഗി ഉണ്ടാവുകയുള്ളൂ. സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ലൈൻ കറക്റ്റായി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ആ ചെയ്തതിൻ്റെ മുകളിൽ തന്നെ കൈവച്ചൊന്ന് ചെറുതായി വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ലൈൻ കറക്റ്റായി കാണാൻ പറ്റും. ആദ്യമൊന്നും ലൈൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് കറക്റ്റായി വരില്ല. ഒരുപാട് പ്രാക്ടീസ് വേണം. കാണുന്നതാണ് ഫൈനൽ ലുക്ക്.